അനുമോളെ ഷോ കഴിഞ്ഞല്ലോ, കപ്പും കാശൊക്കെ ഇപ്പൊ വീട്ടിലെത്തി. ഇനിയെങ്കിലും ഒന്ന് സത്യം പറയൂ, ശരിക്ക് കുക്കിംഗ് അറിയൂ? അതും ഇവിടെയുള്ള ഈ നമ്മുടെ കൂടെ 100 ദിവസം നിന്നവർക്ക് പോലും ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല ഞാൻ കുക്ക് ചെയ്യത്തില്ല, എനിക്ക് കുക്കി അറിയില്ല, ഞാൻ കിച്ചണിൽ പോലും ഒരു മടിച്ചിപ്പാറ ആണല്ലേ? അപ്പൊ ശരിക്കും കുക്കിംഗ് അറിയില്ല, മടിച്ചിപ്പാറുവാ. ഈ ഹൗസിൽ കയറുന്നതിനൊക്കെ മുന്നുള്ളൊരു വീഡിയോ നമ്മൾ കണ്ടായിരുന്നു, പക്ഷെ അതിലിങ്ങനെയല്ല പറയണത്. കുക്ക് അതാണ് എന്റെ ഹോബി കേട്ടോ, കുക്ക് ചെയ്യും. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് എന്ന് പറയുമ്പോൾ ഈ ചൈനീസ് അൽഫാം, അതും അറേബ്യൻ ഫുഡാണ്. അറേബ്യൻ ഫുഡൊക്കെ ഉണ്ടാക്കാറുണ്ട്, സൂപ്പറായിട്ട് ഉണ്ടാക്കും. ഞാൻ എന്റെ പൊക്കുന്നല്ല കിട്ടി, ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കില്ലേ, അതിനേക്കാൾ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കും. അല്ല, ചായയോ ചമ്മന്തിയോ മുട്ട പൊരിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയുന്നല്ല, ഒരു ഹോട്ടലിലെ ഫുൾ മെനു ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന പറഞ്ഞിരിക്കുന്നത്. ഒറ്റ കാര്യം, ഇപ്പൊ ഈ കണ്ട 2 വീഡിയോയില് ഏതാ സത്യം ഏതാ തള്ളു? ഇതിലേതെങ്കിലും ഒന്ന് തള്ളാണ്, ഒന്ന് സത്യമാണ്. ഇനിയിപ്പോ എന്തായാലും ഷോയൊക്കെ കഴിഞ്ഞ് കപ്പും കിട്ടി കാശും കിട്ടി, എന്നാ പിന്നെ ആ സത്യം അങ്ങ് പറഞ്ഞേക്ക്. കുക്കിംഗ് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അതെന്താണെന്നറിയുമോ, കുക്കിംഗ് അറിയില്ല എനിക്ക് ശരിക്കും. ആ എന്താ എം ജി സാറിന്റെ ഇന്റർവ്യൂല് ഞാൻ തള്ളിയതാ ശരിക്കും. മോശമല്ലേ നമുക്ക് കുക്കിംഗ് അറിയില്ല തള്ളിയതാ. ചേട്ടൻ നന്നായി പൊറോട്ട അടിക്കും, പുള്ളിക്കാരന്റെ കൂടെ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് എനിക്ക്. അന്ന് എത്ര പ്രായം എനിക്ക്, അന്ന് വളരെ എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്റർവ്യൂ. ബുദ്ധി ഉറക്കാത്തതല്ല, അന്ന് പ്രായം കുറവാ, അപ്പൊ നമുക്ക് മെച്ചൂർഡ് അല്ലല്ലോ ആ സമയത്ത്. ആ ടൈമിൽ തള്ളിയതാ, ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ആ പ്രായത്തിന്റെ ഇതിൽ പറഞ്ഞു ഇതാ. ഇപ്പൊ ഓക്കെ, അല്ലെങ്കിൽ പിള്ളാച്ചൻ കള്ളം പറയാന്ന് വിചാരിക്കും. അപ്പൊ ഇനി ഇതുമേലൊരു ചർച്ചയില്ല. ശരിക്കും അനുമോൾക്ക് കുക്കിംഗ് അറിയില്ല. പാവ അനുമോള് ബുദ്ധി ഉറക്കാത്ത പ്രായത്തില് 10, 27, 28 വയസ്സുള്ളപ്പോ അറിയാതെ പറഞ്ഞു പോയൊരു തള്ളായിരുന്നു ആ വീഡിയോ. അപ്പൊ അതിൽ ആ വീഡിയോ തള്ളായിരുന്നു, മറ്റേ വീഡിയോ സത്യമായിരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി ഇതുമേലൊരു ചർച്ചയില്ല. കുക്കിംഗ് അറിയില്ല വാക്ക് 1, വാക്ക് 2, വാക്ക് 3. ഓക്കെ, ഈ സീസണിലെ ഏറ്റവും വലിയ ഡൗട്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു.